നമ്മളെല്ലാവരും പോവർട്ടി കോൺഷ്യസ്നെസ്സിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവർ 50 വർഷം മുൻപുള്ള പൂർവികർ. അവർക്ക് ഈ കടത്തിന്റെ സംസ്കാരം ഉണ്ടോ? സോ ഈ പ്രോസസ്സ് അപ്പൊ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. എന്തായത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ എന്റെ മണി റിയാലിറ്റി മാറാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് ഡ്യൂപ്ലിക്കേഷൻ കപ്പാസിറ്റി. നമ്മുടെ ചുറ്റിനുമുള്ള ആരുടെയെങ്കിലും കഥകളൊക്കെ കേട്ട് നമ്മൾ ആ കഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. കൂടുതൽ ആഴങ്ങളിലോട്ട് പോകുമ്പോൾ വിൽ ഗെറ്റ് ടു നോ വി ആർ സോ പവർഫുൾ ബിയോണ്ട് മണിയൊന്നും അല്ലാന്ന് നമ്മൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. മണി എനർജിയൊന്നും അതിനേക്കാൾ പ്രാധാന്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. മാം, ഈ ആക്സസ് ബാറിലൂടെ നമുക്ക് മണി ബ്ലോക്ക് മാറ്റാൻ പറ്റുമോ? നമ്മുടെ കോൺഷ്യസ്നെസ് ചേഞ്ച് ആവുമ്പോൾ സമ്പത്തിന്റെ വരവ് വർദ്ധിക്കും. അതായത് റിസർച്ചേഴ്സ് പറയുന്നത് ഈവൻ ലോട്ടറി അടിച്ചിട്ടുള്ള വ്യക്തികൾ പോലും 5 വർഷം കഴിയുമ്പോഴത്തേക്കും അവരുടെ കൈകളിൽ നിന്ന് അല്ലെങ്കിൽ അവര് നേരത്തെ ഉണ്ടായിരുന്ന ആ പൂർവ്വസ്ഥിതിയിലോട്ട് എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ അതിലേക്കാൾ ദാരിദ്ര്യത്തിൽ എത്തിപ്പെടുന്നു എന്ന് പല റിസർച്ചുകളും കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് സമ്പത്ത് കൈകളിൽ വന്നിട്ടും ശേഖരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ റിച്ച് ആവാൻ കഴിയാതെ പോയത്? ഇവിടെയാണ് ഒരുവന്റെ ഉള്ളിൽ സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ബോധമില്ല എങ്കിൽ, സമ്പത്തിന്റെ കോൺഷ്യസ്നെസ് നമ്മൾ ഇല്ല എങ്കിൽ സമ്പത്ത് നമ്മിലേക്ക് കടന്നു വരില്ല എന്നുള്ളത്. നമ്മളെല്ലാവരും പോവർട്ടി കോൺഷ്യസ്നെസ്സിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ദാരിദ്ര്യബോധത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ദാരിദ്ര്യമാണ് ഗ്രേറ്റ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തിനെ നമ്മൾ നിരാകരിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് സമ്പത്തിന് വേണ്ടി ഓടി നടക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതും ജോലിക്ക് വേണ്ടി പോകുന്നതും പ്രൊമോഷൻസ് ബിസിനസ് എല്ലാം ചെയ്യുന്നതും സമ്പത്തിന് വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് സമ്പത്തിനെ കുറിച്ച് ധാരാളം ഭയം, ഫിയർ, വെറുപ്പ്, ദേഷ്യം, നമ്മളിൽ നിന്ന് ആരെങ്കിലും സമ്പത്ത് പറ്റിച്ചു പോയിട്ടുണ്ടെങ്കിൽ സമ്പത്തിനോടും ആ വ്യക്തിയോടും തീരാത്ത പക, ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മളിലോട്ട് സമ്പത്ത് വരുന്നത് വളരെ കുറവായിരിക്കും. വന്നാലും നമ്മളിൽ നിന്ന് പോകാൻ തുടങ്ങും. പിന്നെ നമ്മുടെ കോൺഷ്യസ്നെസ്, ചിലരുടെ പാറ്റേൺ എന്ന് പറയുന്നത് പാറ്റേണുകൾ കൂടെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ആക്സസ് കോൺഷ്യസ്നെസ്സിന്റെ പ്രോസസ്സുകളും സ്റ്റഡീസും എല്ലാം ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ചിലരുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൈകളിൽ വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരിക എന്നുള്ളതാണ്. മറ്റു ചിലരെ സംബന്ധിച്ച് കാശുള്ള സമയം, ഒരു അനുഭവത്തിലൂടെ ഇത് പറഞ്ഞുതരാം. ഒരിക്കലും എന്നെ ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആരും കടം ചോദിക്കാൻ വരത്തില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ കയ്യിൽ ഇച്ചിരി കാശ് വന്നാൽ മതി, അപ്പൊ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നതെന്ന് ഒരു പിടിയില്ല, അപ്പത്തേനും കടം ചോദിച്ചിട്ട് വരികയും ചെയ്യും. ഞാൻ ചോദിച്ചു, എപ്പോഴെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ നിങ്ങൾ പണമുണ്ടെങ്കിൽ എല്ലാവരെയും സഹായിക്കാമെന്ന്? ആ മാഡം, ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തെ ബേസ് ചെയ്ത് ഇവർക്ക് എപ്പോഴൊക്കെ കാശ് വരുന്നുണ്ടോ, നമ്മളെല്ലാം ശരീരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സോളാണെന്നുള്ള നമ്മുടെ മിഥ്യാബോധമാണ്. അതല്ല, നമ്മളൊരു എനർജറ്റിക് ബീയിങ്സ് കൂടിയാണ്. അപ്പോൾ എനർജറ്റിക്കലി മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നു, ഇവനോട് ഇപ്പൊ ചോദിച്ചാൽ പൈസ കിട്ടും. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മളെ ആ സമയം നോക്കി കൃത്യമായിട്ട് വിളിക്കുകയും ചെയ്യുന്നു. ഇത് വൺ ഓഫ് ദ റീസൺ ആണ് നമ്മുടെ തീരുമാനം. പിന്നെ നമുക്ക് പണത്തെക്കുറിച്ചൊരു ബോധമുണ്ട്, ഇതാണൊരു വലിയ തുക എന്നൊരു ബോധമുണ്ട്. ആ ബോധത്തിനപ്പുറം നമുക്ക് വളരാൻ, അതായത് ആ ലെവലിലുള്ള തുകയെ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുള്ളൂ. ചില പണങ്ങളോട് നമുക്ക് വല്ലാത്ത നിരാശയുണ്ട്. ഒരു 10 ലക്ഷം രൂപ നമ്മുടെ അടുത്ത് നിന്ന് കളഞ്ഞു പോയെങ്കിൽ നമ്മൾ ആ 10 ലക്ഷം രൂപയിൽ സ്റ്റക്കാവും. പിന്നെ നമ്മൾ ഈ 10 ലക്ഷം രൂപയിൽ എത്തുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഒരു അവസ്ഥ വരും, നമ്മളിൽ നിന്ന് പണം നഷ്ടപ്പെടും. ഇതൊക്കെ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ ചേഞ്ച് ചെയ്യുന്ന പാറ്റേൺസ്, പ്രോസസ്സുകൾ ആക്സസിലുണ്ട്. അതുപോലെ തന്നെ ബോഡി പ്രോസസ്സുകൾ ധാരാളം ഉണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെയുമുള്ള ഈ വെൽത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആക്ടിവേഷൻ നമ്മുടെ ബോഡിയിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിധി കേട്ടോ.
നമ്മൾ ഏറ്റവും നിരാകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒട്ടും വാല്യൂ കൊടുക്കാത്ത ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ആ ശരീരത്തിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് ഇറ്റ് ഇസ് ആക്ടിവേറ്റഡ് മണി വിൽ ഫ്ലോ. ഓക്കെ. നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് കൈകളിൽ ആക്ച്വലി പണം ശേഖരിക്കാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഗായത്രിയുടെ മനസ്സിൽ എപ്പോഴും പ്രോസസ്സ് ചെയ്യുന്ന പണം എന്ന് പറയുന്നത് മേ ബി സാലറിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള വെൽത്തും ആയിരിക്കും. നിങ്ങൾക്ക് ആ ലെവലിൽ മാത്രമേ വന്നെത്തുള്ളൂ സമ്പത്ത്. ഓക്കെ. യു ക്യാൻ ഇൻക്രീസ് ഇറ്റ്. ഹൗ? നമ്മളുടെ ആ കോൺഷ്യസ്നസ് ലെവൽ മാറ്റാം. ഇപ്പൊ എല്ലാ മാസവും 10,000 രൂപ, 15,000, 20,000 രൂപ എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മുടെ കൈകളിൽ വരുന്ന പൈസയും എപ്പോഴും ആ ഒരു തുകയായിരിക്കും. മേ ബി 1 ലക്ഷം, 2 ലക്ഷം അതുവരെ എത്തുള്ളൂ. പകരം ഒരു അതിസമ്പന്നനായ ഒരു മനുഷ്യൻ മന്ത്ലി തന്നെ 100 കോടി 200 കോടി, അതാണ് ഒരു മനുഷ്യന്റെ ഒരു കോൺഷ്യസ്നസ് ലെവലെങ്കിൽ, സമ്പത്തിനെ കുറിച്ചിട്ടുള്ളൊരു കോൺഷ്യസ്നസ് ലെവലെങ്കിൽ അവരുടെ മനസ്സിലെ ചിന്ത എപ്പോഴും എന്തായിരിക്കും? സമ്പത്തിനെ കുറിച്ചിട്ടുള്ള തുക വളരെ ബിഗ് ആയിരിക്കും. അവരുടെ ചിന്ത എപ്പോഴും 1000 കോടി ഓർ 200 കോടി 150 കോടി അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതായിരിക്കും ജീവിതത്തിൽ. ഓക്കെ. അപ്പൊ നമ്മുടെ കോൺഷ്യസ്നസ് ലെവലാണ്. സമ്പത്തിനെ കുറിച്ചിട്ടുള്ള മിഥ്യാബോധം ധാരാളം ഉണ്ട് നമുക്ക്. ഇത് നമ്മുടെ കോശങ്ങളിൽ പോലും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതുകൊണ്ട് നമ്മുടെ പാസ്റ്റ് അനുഭവങ്ങളിലുമുണ്ട്. പല ജന്മങ്ങളില് സമ്പത്തിനാൽ നമ്മുടെ ജീവിതം ദുരിതത്തിലായി പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പണം നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇനിയൊരു ജന്മം വരുമ്പോൾ നമ്മളെപ്പോഴും ഭയപ്പെടും പണം ഉണ്ടാകാനായിട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആ കോൺഷ്യസ്നസ് ലെവൽ, കാരണം യാത്രയിൽ കോൺഷ്യസ്നസ്, ആ ബോധത്തിലാണ് വീണ്ടും അടുത്ത ജന്മങ്ങൾ എടുക്കുന്നത്. പഴയ ജന്മത്തിന്റെ ബോധത്തിലാണ് അടുത്ത ജന്മങ്ങൾ എടുക്കുന്നത്. രൂപമേ മാറുന്നുള്ളൂ കേട്ടോ. പണ്ട് സിദ്ധന്മാരായിരുന്നവരും പണ്ട് യോഗികളായിരുന്നവരും ഒക്കെ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിപ്പുണ്ട്. പല സ്ത്രീ രൂപത്തിലും പുരുഷ രൂപങ്ങളിലും ഒക്കെ ഇരിപ്പുണ്ട് എല്ലാവരും. റൈറ്റ്. ഹവർ നമുക്കത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. കാണുമ്പോൾ ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യനെന്ന് തോന്നും. എന്നാൽ അതൊന്നും അല്ല യാഥാർത്ഥ്യം. വീട്ടമ്മയാണെന്ന് തോന്നും, അല്ലെങ്കിൽ ഒരു ക്ലർക്കാണെന്ന് തോന്നും. എന്നാൽ അതൊന്നും ആയിരിക്കില്ല യാഥാർത്ഥ്യം. ഇവരൊക്കെ പല കാലഘട്ടങ്ങളിൽ പലതായിരുന്നവരാണ്. അതുപോലെ സമ്പത്തിനെ കുറിച്ച് എന്തൊക്കെ ബോധമാണോ നമുക്ക് ഉണ്ടായിരുന്നത്, ആ ബോധത്തിന്റെ ലെവലിൽ മാത്രമേ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുള്ളൂ ഈ ലൈഫ് ടൈമിൽ. നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ആക്ച്വലി മണി പോയിന്റ് ഉള്ളത്. ഇത് നമ്മൾ ധാരാളമായിട്ട് വർദ്ധിച്ച് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഒരു തവണ കൊണ്ടൊന്നും മാറുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം കോൺഷ്യസ്നസ് ലെവല് അനേകം കാലങ്ങളായിട്ട് സൃഷ്ടിച്ചു വന്നതാണ്. ഒരു തവണ ചെയ്തത് കൊണ്ട് മേ ബി ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടായേക്കാം, പക്ഷെ ഒരു തവണ ഈ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് മാറുന്നതല്ല. നമ്മുടെ കോൺഷ്യസ്നസ് ലെവൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കണം. സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ബോധം മാറണം. മറ്റൊന്ന്, നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്ന സംസ്കാരം കടത്തിന്റെ സംസ്കാരമാണ്. എല്ലാവരും ഡെപ്റ്റ് കൾച്ചറിലാണ് ജീവിക്കുന്നത്. ഈ കടത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ എത്ര സമ്പന്നനും ഒരു സൈഡ് ഒരു കടം ഉണ്ടാവും. രാജ്യങ്ങൾ തന്നെ എടുത്തു നോക്കൂ. ഇനി മാക്രോ ലെവലിൽ നോക്കിയാലും മൈക്രോ ലെവലിൽ നോക്കിയാലും ഈ ഒരു അവസ്ഥയിലാണ് എല്ലാവരും ജീവിച്ചു പോകുന്നത്. പണ്ട് ഒരു 20-30 വർഷം മുൻപുള്ള നമ്മുടെ പൂർവികർ, അവർ 50 വർഷം മുൻപുള്ള പൂർവികർ, അവർക്ക് ഈ കടത്തിന്റെ സംസ്കാരം ഉണ്ടോ? ഇല്ല. അവർ ആക്ച്വലി ഉള്ളത് കൊണ്ട് ജീവിച്ചു. റൈറ്റ്. ഹവർ ഇന്ന് നമ്മൾ ആ ഒരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. എങ്ങനെ? ഹൗ വി വിൽ ബൈപാസ് ഓൾ ദീസ് തിങ്സ് വി ടീച്ച്. ഈ ടൂൾസ് എന്ന് പറയുന്നത് കോമണേഴ്സ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ വ്യക്തിഗത ജീവിതങ്ങളിൽ നിരന്തരം എന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മണിക്കൂറുകളുടെ സാധനമൊന്നുമില്ല. പല മാർഗങ്ങളുണ്ട് കേട്ടോ ബോധതലം ഉയരാനായിട്ട്. ടഫായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനില്ല ഇതിനകത്ത്. ഏറ്റവും വലിയ സാധനം എന്ന് പറയുന്നത് ഒരു ശിശുതുല്യരാവുക എന്നുള്ളതാണ്. അത്രത്തോളം നിർമ്മലരാവുക, അതിലോട്ടുള്ളൊരു യാത്രയാണ്. അപ്പം നമ്മൾ ചിരിച്ച് ഹാപ്പി ആയിട്ട് ഒരു കുഞ്ഞുങ്ങളെ പോലെ ആയി മാറി. അതാണ് ഇതിനകത്ത് ഏക സാധനം. നമ്മുടെ ഒരു അഹങ്കാരത്തിലോ ഈഗോയിലോ വൈരാഗ്യത്തിലോ അല്ല
ഈ ഒരു എനർജി ഷിഫ്റ്റ് നടക്കുന്നത്. Yes. ഈ പ്രോസസ്സിനകത്തുള്ള എനർജി ഷിഫ്റ്റ് നടക്കുന്നത് നമ്മൾ ശിശുക്കളെ പോലെ എളിമയുള്ളവരാകുമ്പോഴാണ്. അതെ. അപ്പോൾ നമുക്ക് പണത്തിന്റെ ഊർജത്തെ നമ്മുടെ ജീവിതത്തിലോട്ട് വളരെ ഈസി ആയിട്ട് ആകർഷിക്കാനായിട്ട് Okay. സാധിക്കും. പണത്തിന്റെ മാത്രമല്ല, സ്നേഹത്തിന്റെ ഊർജം. Okay. ചിലർക്ക് ഒരു പക്ഷേ ബന്ധങ്ങളിലായിരിക്കും പ്രയാസം ഉണ്ടാവുക. അതെ. അപ്പോൾ റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ബന്ധങ്ങളിലെ ഊർജം ബെറ്റർ ആക്കാനും, ചിലർക്ക് അവർക്ക് അംഗീകാരങ്ങളായിരിക്കും കിട്ടാത്തത്. അപ്പം അംഗീകാരത്തിൻ്റെത് എല്ലാം നമ്മുടെ ലൈഫ് ടോട്ടലി ഷിഫ്റ്റ് ആവും കേട്ടോ. പക്ഷെ മാം, എനിക്കിതിലൊരു ചെറിയൊരു സംശയമുണ്ട്. നമ്മൾ ഇത് വൺ ടൈം മാത്രം ഈ ആക്സസ് ബാർ നമ്മൾ അതായത് കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മണി ബ്ലോക്ക് അല്ലാതെ മാം ഇപ്പോൾ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ആ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഒരു വൺ ടൈം കൺസൾട്ടേഷനിലൂടെ? വൺ ടൈം കൺസൾട്ടേഷനിലൂടെ ഇത് സാധ്യമല്ല. അതെ. ഓക്കെ, കാരണം നമ്മൾ ലക്ഷക്കണക്കിന് വേണ്ട, ലക്ഷത്തിലോട്ട് പോകണ്ട, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കോൺഷ്യസ്നസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതെ. തീരുമാനങ്ങളുണ്ട്, ബിലീഫ് സിസ്റ്റം ഉണ്ട്. അതെ. ഇതൊക്കെ വൺ ടൈം ചെയ്യുന്നത് കൊണ്ടൊന്നും മാറ്റം വരില്ല. എൻ്റെ അനുഭവം അതാണ്. അതെ. ഞാൻ പഠിച്ചതിന് ശേഷം, പഠിക്കുകയാണ് ഞാൻ ആദ്യം ചെയ്തത്, എക്സ്പീരിയൻസ് ചെയ്യുകയല്ല. ഞാൻ പഠിച്ചതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ വളരെ കുറച്ച് സമയം മാത്രമേ പ്രോസസ്സ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. ഓക്കെ. ആദ്യത്തെ 21 ദിവസം കടന്നുപോയപ്പോഴത്തേക്കും ഒരു ബാഗേജ്, ഒരു എയർ ബാഗ് ശിരസിന്റെ മേളിലിരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. ഓക്കെ. പിന്നെ പ്രകാശങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഓക്കെ. നമുക്ക് ടീംമേറ്റ്സ് ഉണ്ട്, ഉം. മാലാഖമാരെന്ന് നമുക്ക് പറയാം, ഓക്കെ. ഓർ നമ്മുടെ കൂട്ട് മാലാഖമാരെന്ന് പറയാം. ഓക്കെ, അവരുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഓക്കെ. അവരെന്നെ ബ്യൂട്ടി എന്ന് വിളിക്കുന്ന ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. സോ ഈ പ്രോസസ്സ് അപ്പൊ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി, എന്തായത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഹയർ തലങ്ങളും പഠിക്കാൻ തുടങ്ങി. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ എൻ്റെ മണി റിയാലിറ്റി മാറാൻ തുടങ്ങി. ഓക്കെ. സമ്പത്തിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് സമ്പത്ത് വരുന്നത്, വന്നിട്ട് വീണ്ടും നമ്മുടെ ഇന്ന് ഒലിച്ചു പോകുന്നത്, എന്താണ് കുഞ്ഞുനാളിലെ നമ്മുടെ പാരൻസിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേഷൻ കപ്പാസിറ്റി. നമുക്ക് മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് ഡ്യൂപ്ലിക്കേഷൻ കപ്പാസിറ്റി. ഓക്കെ. പാരൻസ് ദരിദ്രരായിരുന്നു എങ്കിൽ ആ ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ. അവരിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ആ ഡ്യൂപ്ലിക്കേഷൻ സ്വീകരിക്കാം. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിനുമുള്ള ആരുടെയെങ്കിലും കഥകളൊക്കെ കേട്ട് നമ്മൾ ആ കഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഓക്കെ. അതൊക്കെ റീസൺസ് ആയിട്ട് മാറാറുണ്ട്, നമ്മുടെ സമ്പത്ത് നമ്മുടെ കൈകളിൽ നിന്ന് ഒലിച്ചു പോകാനായിട്ട്. സോ ദർ ആർ മെനി റീസൺസ്. അത് റിയലൈസ് ചെയ്തപ്പോഴത്തേക്കും കോൺഷ്യസ്ലി ഇതെല്ലാം മാറ്റാൻ തുടങ്ങി. അതൊരു വൺ ഡേ പ്രോസസ്സ് കൊണ്ട് തീർച്ചയായിട്ടും നടക്കില്ല. ഹവെവർ ഒരു തവണ ചെയ്യുന്നവർക്ക് പോലും ലൈഫിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ. എന്നാൽ എല്ലാവർക്കും അല്ല. ഓക്കെ. ഇപ്പോ ഒരു പാറ പൊട്ടിക്കുമ്പോൾ ചിലത് ഹാർഡ് റോക്കാണ്, നമ്മൾ ഒരുപാട് അടിക്കേണ്ടി വരും മേ ബി ആ അതെ. പാറയൊന്ന് അതെ. പൊട്ടി ഒലിക്കാനായിട്ട്. ഹവെവർ ചിലതൊക്കെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടിരിക്കും, ജസ്റ്റ് ഒന്ന് ടിക്ക് ആ. കൊടുത്താൽ മതി. പൊട്ടു. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് മനുഷ്യരിലും. ചിലർക്ക് മേ ബി ദേ റിക്വയർ മോർ പ്രോസസ്സസ്. എന്നാൽ കൂടുതൽ ആഴങ്ങളിലോട്ട് പോകുമ്പോൾ വിൽ ഗെറ്റ് ടു നോ വി ആർ സോ പവർഫുൾ ബിയോണ്ട് മണിയൊന്നും അല്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. മണി എനർജിയൊന്നും അതിനേക്കാൾ പ്രാധാന്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. സിംഫണി സെഷൻ ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ. എന്താണ് മാം സിംഫണി സെക്ഷൻ?